നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്ന് ഈ സമയം നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ ശാന്തരായി നിൽക്കുന്നു. ഞങ്ങളുടെ ഭയങ്ങളും ഞങ്ങളുടെ ആശങ്കകളും ഞങ്ങളുടെ നിസ്സഹായതകളും എല്ലാം തമ്പുരാനെ നിന്റെ തിരുപാദത്തിൽ ഞങ്ങൾ വയ്ക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ തിരുവചനത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്ന് ജ്വലിപ്പിക്കണമേ. ഈ വചനം ശ്രവിക്കുന്ന ഓരോ ആത്മാവിനെയും തമ്പുരാനെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ധ്യാന തിരുവചനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യമാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നീ ഭയപ്പെടേണ്ട. പ്രിയ സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിതം പലപ്പോഴും ഭയങ്ങളാൽ നിറഞ്ഞതാണ്. ഭാവിയെക്കുറിച്ചുള്ള ഭയം, തൻ്റെ രോഗങ്ങളെക്കുറിച്ചുള്ള ഭയം, ബന്ധങ്ങളുടെ തകർച്ചകളെ കുറിച്ചുള്ള ഭയം, സാമ്പത്തിക വിഷമങ്ങൾ, ഇവയെല്ലാം ഭയത്താൽ നിറഞ്ഞ ഒരു ജീവിതത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. എന്നാൽ ദൈവം ആദ്യം പറയുന്നത് ഭയപ്പെടേണ്ട. എന്തുകൊണ്ട്? കാരണം ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല. ഭയം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ വിളിക്കുന്നു, എൻ്റെ കുഞ്ഞേ, നീ ഒറ്റയ്ക്കല്ല. എൻ്റെ മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം അവൻ്റെ സാന്നിധ്യമാണ്. നിന്റെ കഷ്ടതയിൽ ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ ഏകാന്തതയിൽ ദൈവം നിനക്കൊപ്പമുണ്ട്. നീ കണ്ണുനീർ പൊഴിക്കുമ്പോൾ ദൈവം നിന്റെ കൂടെയുണ്ട്. ക്രൂശിൽ പോലും ദൈവം നമ്മെ വിട്ടുകളഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവം നമ്മോടൊപ്പം നടക്കുന്നു. നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇത് ഒരു വ്യക്തിപരമായ ബന്ധമാണ്. ദൈവം പറയുന്നു, ഞാൻ നിന്റെ ദൈവം. ഇത് നിന്നിൽ നിന്ന് ദൂരെ അകന്നു നിൽക്കുന്ന ഒരു ദൈവമല്ല. ഇത് നിന്റെ അടുത്തു നിൽക്കുന്ന ദൈവമാണ്. നമ്മെ അറിയുന്ന ദൈവം. നാം ഇരിക്കുന്നതും നടക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും അറിയുന്ന ദൈവം. നിന്റെ തലയിലെ ഓരോ രോമങ്ങൾ പോലും കൊഴിഞ്ഞു പോകുന്നത് പോലും അറിയുന്നവനായ ദൈവം. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം. നമ്മുടെ വേദനകൾ അവൻ അറിയുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ നിന്നെ ശക്തീകരിക്കും. നമ്മുടെ ദുർബലതകളിൽ ദൈവം നമുക്ക് ശക്തി നൽകുന്നു. നമുക്ക് കഴിയാത്തത് ദൈവം നമുക്ക് കഴിയുന്നതാക്കി തീർക്കുന്നു. തകർന്ന ഹൃദയങ്ങളെ ദൈവം പുനർനിർമ്മിക്കുന്നു. പലപ്പോഴും പല സാഹചര്യങ്ങളും നമ്മൾ പറയുന്നത്, എനിക്ക് ഇതിന് കഴിയില്ല, എനിക്കിനി മുൻപോട്ട് പോകുവാൻ കഴിയില്ല എന്നാണ്. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ദൈവം
നമുക്കായി നിശബ്ദമായി പ്രവർത്തിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു, നമ്മെ ഉയർത്തുന്നു. നമുക്കായി അവൻ പുതുവഴികളെ തുറന്നു നൽകുന്നു. ആ സഹായം പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയില്ല. എന്നാൽ ദൈവം നമുക്കായി ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നു എന്ന ആ വലിയ സത്യം നാം ഈ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കണം. പ്രിയ ദൈവം, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്നാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് പരമമായ ആശ്വാസം. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ കൈകളിൽ നമ്മൾ സുരക്ഷിതരാണ്. വീഴുമ്പോൾ ഉയർത്തുന്ന കൈ, തളരുമ്പോൾ പിടിച്ചു നിർത്തുന്ന ആ കരങ്ങൾ, ദൈവത്തിന്റെ കൈ നിന്നെ താങ്ങുന്നു. മഹാകാരുണ്യവാനും നീതിയുള്ളവനുമായ ഞങ്ങളുടെ ദൈവമേ, ഇന്ന് നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ. ഭയമുള്ളവരെ തമ്പുരാനെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ. തകർന്നവരെ ഉയർത്തേണമേ. ഒറ്റപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. നീ ഭയപ്പെടേണ്ട എന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സത്യമായി നിലനിൽക്കട്ടെ. സർവമാനവും മഹത്വവും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.